ഹലോ, സിനിമ നടൻ ദിലീപല്ലേ? ഞാൻ ചാക്കോ മാഷ്. എന്റെ സമ്മതം കൂടാതെ എന്റെ ഒരു ഡയലോഗ് എടുത്ത് നിങ്ങൾ സിനിമയ്ക്ക് പേര് നൽകിയില്ലേ? പേരെന്താണെന്നോ? ഹലോ, ഫോൺ വെച്ചാ കൊള്ളാം. ഈ ഒരു ഒറ്റ ഫോൺ കോൾ കാരണം രണ്ട് കാര്യങ്ങൾ ഇവിടെ നടന്നു. ഒന്ന്, ഒരു ക്യാരക്ടർ രജിസ്ട്രേഷനായി, മറ്റേതൊരു കൗണ്ടറും പോയി. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? എനിക്കൊരു മകനുണ്ട്. അവനിപ്പോ ഇവിടെ വരും. പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ആടിനെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അതിന് പകരം ചോദിക്കാൻ. അവന് ഞാൻ കൊടുക്കാം ഒരു ഡിറ്റോ മോഹൻലാൽ ആടുകോമ. ബാക്കി നിങ്ങൾ അനുഭവിച്ചു. അയ്യോ, ഇത് തന്നെയാണ് എന്റെ ഡയറക്ടറും പറഞ്ഞത്. ഈ ഫിഗർ കണ്ടിട്ട് അയ്യോ എന്ന്. അതല്ല, അതെന്റെ മാസ്റ്റർ സ്വിച്ച് ആണ്. മാസ്റ്റർ സ്വിച്ച് അല്ലല്ലോ, മാസ്റ്റർ പീസ് അല്ലേ? ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മാസ്റ്റർ സ്വിച്ച്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? എന്റെ മകനെ എനിക്ക് ഇഷ്ടമുള്ള പേര് ഞാൻ വിളിക്കും, കണ്ണാന്ന് വിളിക്കും. ഉണ്ണി വന്ന കാര്യം പറ. അത് എനിക്ക് തോന്നുന്നു അലർജിയുടെ തോന്നുന്നു. പുറത്തൊക്കെ ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ഉണ്ണി വന്ന കാര്യം പറ. ഞാൻ വന്ന കാര്യോ? എനിക്ക് അച്ഛന്റെ ഗോട്ടിനെ വേണം. അതൊരിക്കലും നടക്കില്ല. എന്താ? നിനക്ക് വേണമെങ്കിൽ നീ ഒറ്റയ്ക്കിടണം. എന്ത് കോട്ടുവാ? അപ്പം അച്ഛന് ഇംഗ്ലീഷ് നല്ലപോലെ ഭക്ഷണമില്ലല്ലേ? ഞാൻ പറഞ്ഞത് ഗോട്ട്. ഗോട്ട് എന്ന് പറഞ്ഞാൽ ആട്. ഓഹോ, അങ്ങനെയാണെന്നെങ്കിൽ ആടുന്ന പല്ലിനെ നീ എന്ത് പറയും? അതോ, അത് ഗോട്ട്. ഇംഗ്ലീഷൊക്കെ എവിടെ പോയി പഠിച്ചു? അത് നമ്മൾ അപ്പുറത്തെ ചേച്ചി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ട്യൂഷൻ സെന്റർ ഇവിടെ പഠിപ്പിക്കുന്നതാ. അത് മറ്റേ A²=B². അതല്ല, വേറെ സാധനം ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എടാ, ഒരു കാര്യം ചോട്ടെ, നീ എന്തിനാണ് ഇവിടെ വന്നത്? അത് പറ. ഞാനോ? എനിക്ക് എന്റെ ജീവൻ ടോൺ വേണം. ആദ്യം നീ മോഹൻലാലിന്റെ ടോൺ ശരിയാക്കി. നീ ജീവന്റെയോ 6 വേണമെങ്കിലും ടോൺ പിടിച്ചോ. അതല്ല, മുട്ടനാടിന്റെ ചകില ചോര കുടിക്കും. അതാണ് ഈ ആടുതോമ. അങ്ങനെയാണെങ്കിൽ അത് ആടുതോമയല്ല, പിന്നെ മൂട്ടത്തോമ. അല്ലാതെ അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ ജീവൻ ടോൺ അതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ചെയ്യ ചെയ്യ ചെയ്യ. എന്തോ? എന്റെ ഫോണിന്റെ റിംഗ് ടോൺ. ഈ പുള്ളി ഇത് പൊളിക്കും, ഞാൻ പോവാ. ഇവിടെ വന്നിരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഭൂഗോളത്തിന്റെ സ്പന്ദനം എവിടാ? അറിയാം, കൊച്ചു തണ്ടിൽ. കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഭൂമി കിടന്നിട്ട് കൊച്ചു തണ്ടി കറങ്ങിക്കൊണ്ടിരിക്കും. കൊച്ചുതണ്ടല്ലെന്ന് അച്ചുതണ്ട്, അതാണോ പറഞ്ഞു വന്നത്? ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സ്. ഭൂമി ഒരു വട്ട 0. ഒരു കാര്യം അറിയാമോ? എല്ലാ കണക്കുകളും മനപ്പാടമായി സോൾവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, സർ CP. അങ്ങനെ കഷ്ടപ്പെട്ട് സോൾവ് ചെയ്യണ്ട. ഞാനൊരു സിമ്പിൾ സാധനം തരാം. കൈവച്ചിട്ട് സോൾവ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പനെ കളിയാക്കുന്നോടാ. എന്താ ഈ റൂബിൾസ് ക്ലൂബ്? പിടിച്ചേ, നീ ഒന്ന് പറഞ്ഞേ. അയ്യാ, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ചമ്മി നിൽക്കുന്നുണ്ടോ അവൻ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ പൊന്മയെ കാണണം. അങ്ങനെയാണെങ്കിൽ നീ വല്ല തോടിന്റെ കരയിലോ പോയി നോക്കണം. എന്ത്? പൊന്മാനെ കാണാമെന്നു പറഞ്ഞു. ഞാൻ ഇല്ലാത്ത സമയത്ത് ഇയാള് സ്കിറ്റ് എഴുതി ചെറുതായിട്ട് കേറി കേറട്ടെന്ന് കരുതി. അതിന് ഈ മാട്ട സാധനം ഒന്ന് പിടിച്ചോണ്ട് വരുന്നേ. നീ ഇപ്പൊ എന്തുവാ പറഞ്ഞ? അത് പറ. എന്റെ പൊന്നമ്മ എനിക്ക് കാണണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പൊന്നമ്മ വരും. KPC ലളിത. ഇവനെ കൊണ്ടോ നമ്മൾ പൊളിഞ്ഞിരിക്കുന്നു. KPC ലളിത എന്തുവാകും നിങ്ങൾ കണ്ടറിഞ്ഞോ? ഞാൻ വിളിക്കാം. പൊന്നമ്മേ, ഏടി പൊന്നമ്മേ. അയ്യോ, ആരാണ് എന്നെ കർത്തമ്മെന്ന് വിളിച്ചത്? കൊച്ചു മുതലാളിയാണോ? കൊച്ചു മുതലാളി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ കടാപ്പുറത്ത് കൂടി പാട്ടുപാടി ചങ്കുപൊട്ടിച്ചാവും. അയ്യോ, ചങ്ക് പൊട്ടി ആയിരിക്കത്തില്ല, ചങ്കിന് ഇടികൊണ്ടായിരിക്കും ചാവാൻ പോകുന്നത്. ആരിടിക്കും? ഡയറക്ടർ സാർ. അങ്ങനാണെങ്കിൽ എനിക്ക് തൊട്ടൊരു കാര്യം പറയാനുണ്ടോ? ഇനി മേലാൽ ഈ സത്യനെ ചെയ്തില്ലെന്ന് സത്യം ചെയ്. അങ്ങനാണെങ്കിൽ പൊന്നമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഈ കറുത്തമ്മയല്ല, പൊന്നമ്മയാണ്. ഒന്നാമത് KPC ലളിതയുടെ ഫിഗറോ ഒരു സംഭവം ഇല്ല. മാനരസം പിടിക്കാൻ പറ്റുമോ? അങ്ങനാണെങ്കിൽ പൊന്നമ്മയോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. പൊന്നമ്മേ, ഇവിടെ വാ. ആ ഇടി പൊളിഞ്ഞു, നീ പോയി കേറ്. അതായത് പൊന്നമ്മ, ഞാൻ പറഞ്ഞത് ഇടിച്ചു കൂട്ടിയോ? എനിക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളതാ. ഡയലോഗ് ഫിനിഷ് ചെയ്യണം. അങ്ങനാണെങ്കിൽ എന്റെ കൂടെ നിൽക്കി, മാറി നിൽക്കാം അങ്ങോട്ട്. ഇവിടെ വാ കറുത്തമ്മ, അല്ല പൊന്നമ്മ. ഇവിടെ കൈപ്പിടി. ഈ ഡയലോഗ് പറഞ്ഞോ. എനിക്കൊരു 10,000 രൂപ തരണം. നിന്റെ ഒറ്റടിക്ക് മോഹൻലാൽ മാറിയാണ്ട് MG ശ്രീകുമാറായി വന്നിരിക്കുന്നു. ഈ സ്പടികൻ സ്കിറ്റ് നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? കംപ്ലീറ്റ് ചെയ്യണോ? ഇപ്പൊ ശരിയാക്കി തരാം. എടാ,
പറ്റില്ലേ? പൊന്നമ്മ, ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വണ്ടി ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് കംപ്ലൈന്റ് ആയി. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൊന്ന് തന്ന് സഹായിക്കണം. എന്റെ പൊന്ന് തോമ, എന്റെ പൊന്നിന്ന് വിട്. നിനക്ക് തരാനായിട്ട് ഇനി എന്റെ കയ്യിൽ 2 കിഡ്നി കൂടെ ബാക്കിയുള്ളൂ. അതൊരിക്കലും ഞാൻ തരത്തില്ല. ആ 2 കിഡ്നി കണ്ടിട്ടാണ് ഞാൻ ട്യൂഷൻ സെന്റർ പണിയാനിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കിഡ്നി എടുത്ത് ഞാൻ പാവയ്ക്കത്തോട്ടം തുടങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിഡ്നി ക്യാൻസൽ. എന്നാ ഓക്കെ. പൊന്നമ്മ കണ്ടോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് സ്നേഹമില്ല. പക്ഷെ അമിൻഡ പ്രാണിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം ഇപ്പോഴും മറക്കാതെ എന്നെ കാണുമ്പോ പറഞ്ഞോണ്ടിരിക്കും, കടുവ 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 എന്ന്. അയ്യോ, അത് നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല. നീയും നിന്റെ വണ്ടിയും എന്നീ വീട്ടിൽ കയറി വന്നോ അന്ന് തൊട്ട് ഇവിടെ കടവ കടവ എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് സത്യം അല്ലടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറൊരു സത്യം പറയാനുണ്ട്. പൊന്നമ്മ, ഈ നിൽക്കുന്ന ചാക്കോ മാഷ് എന്റെ അപ്പനല്ല, നിന്റെ അപ്പനാ. അല്ല, സിറ്റുവേഷൻ മാറി. ഞാൻ പറഞ്ഞിരിക്കാം. അതായത് മറ്റേ ബാലു ഇല്ലേ, ബാലുവിന്റെ അപ്പനാ. അങ്ങനെ നീ പറയരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പൊന്നമ്മ, ഇവൻ നമ്മുടെ കുടുംബം പൊളിക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇവനല്ലാതെ എനിക്ക് മറ്റൊരു മകനുണ്ടെന്ന്. ഞാൻ പറയാം. നോക്ക്, ഇയാള് തന്നെ ഇപ്പൊ പറഞ്ഞു. ഞാനിപ്പോ പിടിച്ചേരാ മറ്റേ പുള്ളിയില്ലേ ബാലു. അന്ന് ഞാൻ ബാലുവിന്റെ കയ്യിൽ കോമ്പസ് ഊത്തിട്ട് ഓടിപ്പോയില്ലേ. നിങ്ങൾ വിചാരിച്ചെന്തോ ഞാൻ നാട് വിട്ടെന്ന് പോയെന്നല്ലേ? അല്ല, ഞാൻ അവന്റെ ബ്ലഡ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാൻ ലാബിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. എനിക്ക് നിനക്ക് പകരം ഞാനൊരു 18ാം പട്ട തെങ്ങ് വെച്ചിട്ടുണ്ട്. ആ തെങ്ങ് വളർന്ന് അതിൽ നിന്ന് കരിക്ക് വെട്ടി കുടിച്ചിട്ട് ഈ സർ CP ഇവിടുന്ന് മരിക്കൂ. അവസാനം പറഞ്ഞു ഒന്നുകൂടെ പറ. കരിക്ക് വെട്ടി കുടിച്ചിട്ട് മരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കരിക്ക് കൊണ്ടുവരാം. അത് കുടിച്ചിട്ട് അങ്ങ് തീരൂ. എന്നെ പരിപാടി പറയരുത് ഇവിടെ. പിന്നെ ഇയാളല്ലേ ഇടയിൽ അടിച്ച ഇയാൾ ചത്തില്ലെങ്കിൽ ഞാൻ ഇയാളെ തല്ലിക്കൊല്ലും. അമ്മച്ചാണ് ഞാൻ തല്ലിക്കൊല്ലും. ഒരു അപ്പനോട് എന്തിനാണ് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നത്? ദേഷ്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഈ സ്കിറ്റ് അടിച്ചു നിർത്താൻ പറ്റുമോ? അയ്യോ, അല്ലെങ്കിൽ ഈ സ്കിറ്റ് നമുക്ക് അടിച്ചു നിർത്താൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താം. പിടിക്കടാ. അയ്യോ, ആണ്ട വീണ്ടും കറുത്തമ്മ. നല്ലൊരു സ്കൂപ്പായിരുന്നു ഇത്. കണ്ടപ്പോ പഴയ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് പോയി. ഇതുപോലത്തെ ഒരു മാഷും അല്ലെ, ഇങ്ങനെ ഫ്രണ്ട്സും ഒരു അമ്മയും. നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ നിങ്ങളുടെ കോളേജിൽ ഇങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മാഷ്? ഞങ്ങളെല്ലാരും ചില്ലാണ്. ശരി ഗൈസ്, കമ്മിങ് ബാക്ക് ടു യു ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്? നിങ്ങൾക്ക് തോന്നുന്നു? ലാലേട്ട ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. സോറി, ഞാൻ കണ്ടില്ല. അയ്യോ, ഇത്രേ കാറ്റ് പോയ ഒരു ലാലേട്ടൻ എന്തായാലും നന്നായി ചെയ്തു. പക്ഷെ ആ തുടക്കം ഒരു എൻട്രി എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ റെഡ് ഷർട്ട് ഇടുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകാം ലാലേട്ടന്റെ ആ കണ്ണാടി അതൊക്കെയല്ല. പിന്നെ KPSC ആണ് ടീം. അതൊക്കെ ബോഡി ലാംഗ്വേജ് കറക്റ്റ് ആയിട്ട് ഐശ്വര്യം. പിന്നെ സത്യം പറയാണ്, നിങ്ങളുടെ സ്കിറ്റിന് അവളൊരു ഐശ്വര്യന്യാണ്. അവള് വന്നപ്പോഴാണ് ഒരു പേസ് കേറിയത്. ഏനോ ശരത് ഒരു ആശുതോഷ് റാണ ലുക്കാണ് നിങ്ങളുടെ. നല്ല കിടു. ലുക്കിംഗ് വെരി ഗുഡ്. ഭയങ്കര. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആശുതോഷ് ജീനെ വിളിക്കണോന്നൊക്കെ അങ്ങനെ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാറ്ററി നോക്കിയാലോ? ഇനി പിന്നെ ചാർജ് എത്ര കയറി എന്നുള്ളത് നോക്കാം. അടിപൊളി അടിപൊളി. 26,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ശ്വേത ചേച്ചി, യെസ് ട്രാൻസ്ഫർ ചെയ്തോളൂ. യെസ് ആൻഡ് ഹിയർ. സൂപ്പർ, പേയ്മെന്റ് കയറിയിട്ടുണ്ട്. അപ്പൊ അടുത്ത തവണ അടിപൊളിയായിട്ട് വരാം. ഓക്കെ ലാലേട്ടാ, കടയിൽ സന്തോഷം ലാലേട്ടാ.